ഹേ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ബ്രോഡ് എൻ്റെ സീക്രട്ട് ആയിട്ട് ഞാൻ കളിക്കാതെ നിങ്ങൾക്ക് കാണിക്കുന്ന ഗെയിം. ഗൈസ്, എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ബ്രോയ്ക്ക് മനസ്സിലായില്ല. എനിക്ക് ഒന്ന് ആ ഫ്രീ ഫയറുടെ വീഡിയോ 2 എണ്ണമല്ലേ ഇട്ടുള്ളൂ. അപ്പം ബ്രോയ്ക്ക് കത്തി കാണും, ഇനിയും കുറേ ഗെയിം കാണുമെന്ന്. അതുകൊണ്ട് ഗൈസ് ഇതാദ്യം പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കുന്നുള്ള പേടിയാണ് ഗൈസ്. പിന്നെ ആ ബ്രോ കമൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആ ബ്രോ കമൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് വന്നേക്കുന്നു ഗൈസ് ആ ഗെയിമായിട്ട്. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഫ്രീ ഫയറിലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഞാനായിട്ട് എല്ലാം കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ID ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങളായിട്ട് കളിക്കുന്നതായിരിക്കും ഗൈസ്. ഗൈസ്, ഇനിയും പറഞ്ഞ് ബോറടിക്കുന്നില്ല, നമുക്ക് കളി തുടങ്ങാം ഗൈസ്. ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ ലൈറ്റ് ഫാനിലിട്ട് സെറ്റ് ചെയ്യട്ടെ. ലൈറ്റ് വേണ്ട, ഫാൻ മാത്രം മതി ഗൈസ്. ഇതാണ് ഫൈറ്റർ 3. എന്നിട്ട് നമുക്ക് ഏത് യാത്രയിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ പഴമേന അയക്കുന്നുണ്ട്. ഗൈസ്, ഇപ്പം ഞാൻ അയൺമാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ എന്തുവാ ഇത് ചെയ്യാൻ അറിയുള്ളൂ. ക്യാപ്റ്റൻ അമേരിക്കേനെയും ഹവാക്കേനെയും പിന്നെ തോറിനെല്ലാം ക്രോസ് ബ്രീഡ് ചെയ്ത് ഇട്ടിയതാണെന്ന് തോന്നുന്നു. അപ്പം അത് കൊണ്ടില്ല ഗൈസ്. അത് കുറേ മെഷീൻസ് ഉണ്ട് ഗൈസ്. നമ്മളെ മെഷീൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ഈ ഗെയിം എന്ന് പറയുമ്പോൾ ഒരു ഓഫ്ലൈൻ ഗെയിമാണ്. ഇത് സ്പൈഡർ അത് സ്കിന്ന് മേടിച്ചിട്ടേക്കുന്നത് ഗൈസ്. ഇവർക്ക് എല്ലാവർക്കും സ്കിന്നുണ്ട്. അത് ഇതിന് പറക്കണമെങ്കിൽ ഇതുണ്ട്, ഇതിന് എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങി കാണിക്കണം. പൊങ്ങണം, നല്ല രീതിയിൽ പൊങ്ങിയിട്ട് അല്ല അയൺമാനെ വേണം ഇതിന് പറക്കണമെങ്കിൽ. ബിക്കോസ് ഇതിന് പറയുമ്പോൾ ഗ്ലൈഡിങ് പറക്കാം. എന്നിട്ട് നമ്മുടെ ഇത് സെറ്റ് ചെയ്തിട്ട് ക്യാപ്റ്റൻ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ക്യാമറ ഇതുണ്ടല്ലോ താഴോട്ടാക്കി കൊടുക്കണം. എന്നിട്ട് പൊക്കി താഴത്ത്, എന്നിട്ട് കറക്റ്റ് ഇവിടെ ഇടണം. കാരണം കണക്ക് വല ഒട്ടി കിടന്നോളൂ. ഈ കൊച്ചുള്ളതിൽ അടിക്കാൻ പറ്റും. പക്ഷെ ഇവൻ ഇവിടുന്ന് ഇറങ്ങിയാൽ പറക്കും. നമ്മൾ അയൺമാൻ ഇട്ടാല് അയൺമാൻ്റെ ഒരു ഗാജറ്റ് ഉണ്ട്, ആ ഗാജറ്റ് വർക്ക് ചെയ്തോളൂ. ബട്ട് നമ്മൾ സ്പൈഡർമാൻ ഇട്ടാൽ അവൻ തന്നെ എല്ലാം ചെയ്യണം. കാണിച്ചാൽ ഒറ്റയടിക്ക് ആരും എല്ലാവരും ചാവും. അത് ലോഡാണ് വെച്ചാൽ പാട്, ഒറ്റയടിക്കാവും. അത് ലോഡായ 5 എണ്ണം കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഒരു ഇടി കൊണ്ടാ ആരും ചാവും. അങ്ങനെ നമ്മൾ ഒരു ഇടിയോലും ഇടിച്ചില്ല. നമ്മളിപ്പം എന്തായി ബാങ്ക് റോബറി നടക്കുന്നത്, അതിനുള്ള ഇതാണ്. അതുകൊണ്ട് നമ്മൾ അയൺമാനാവണം. അയൺമാനല്ല പിക്ചർ ഏരിയ ആട്രയിലാവാം. നമ്മൾ സ്പൈഡർമാൻ അല്ലേ, അപ്പോൾ സ്പൈഡർമാൻ അടിച്ചുകൊണ്ട് ഇട്ടിട്ട് വേണം. ഇപ്പം ഇതാണ് ഈ ചെസ്റ്റ് എല്ലാം ക്ലെയിം ചെയ്താലേ നമുക്ക് ലെവലപ്പ് ആകാൻ പറ്റത്തുള്ളൂ. ലെവലപ്പ് ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം കിട്ടും, പ്രോഗ്രസ് എടുക്കാനുണ്ട്. ഇതെല്ലാം ഞാൻ ലെവൽ മാക്സ് വെച്ചാൽ ഇനി ചൈന ടൗണിനെല്ലാം മാക്സ്. എന്നിട്ട് ചുമ്മാ കളിക്കരുത്, ഫണ്ണിന് വേണ്ടി. എന്നിട്ട് നമ്മൾ വല വിട്ടു പോകും. ഇവൻ ഇതായി സ്പൈഡർമാൻ്റെ ഓരോപ്പം കാരണം വല എടുക്കില്ല. ഇതെല്ലാം ക്ലെയിം ചെയ്യണം. കണ്ടോ, നമുക്കിത് കിട്ടി. ബട്ട് അത് ഇടുന്നില്ല ഗൈസ്. കണ്ടായി എനിക്ക് ഇഷ്ടമുള്ള ഒറ്റൊരു കാര്യം ഇതാ, സ്പൈഡർമാൻ കറക്റ്റായിട്ട് വല എടുത്തില്ല. ബട്ട് നമ്മൾ സ്പൈഡർമാൻ അല്ലേ, അതുകൊണ്ട് സ്പൈഡർമാൻ കണക്ക് തന്നെയല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അത് സ്പൈഡർമാൻ അയൺമാൻ കണക്കായി പോവും. പക്ഷെ ഇതിനകത്ത് വീഴുന്ന ഇതെല്ലാം സീനാ. ഇതെന്താ വലയില്ലാത്ത? ഓ കിട്ടി. എനിക്ക് ചെറിയ റോങ് പറ്റിയതാ. വയസ്സൊക്കെ നമ്മൾ ചെല്ലണം, എന്നാലേ ബാങ്ക് റോബറി ഇത് ഓണാകത്തുള്ളൂ. അതുവരെ ബാങ്ക് റോബറി ഒന്നുമില്ല. നമ്മൾ സൈഡിലിട്ടു. കണ്ട ഇങ്ങനെ കിടന്നെല്ലാം മാറി പറയാൻ നമ്മളല്ലേ സ്പൈഡർമാൻ ഈ നാട്ടിലെ.
എനിക്ക് ഇതിനകത്തുള്ള സ്കിൻസ് അല്ല കൂടുതൽ ഇഷ്ടപ്പെട്ട 51 മീറ്റർ 51 മീറ്റർ ഇവന് ഇവ മതി. 56 ഇന്നത്തെ ചില ക്യാരക്ടറിനെല്ലാം സ്പൈഡർമാൻ്റെ അതേ പവർ തന്നെയുണ്ട്. മതിലിൽ കയറി ഓടുന്നതെല്ലാം. ഹൾക്കിനതില്ല. ഇവനെല്ലാം ഇങ്ങനെ നെക്കി പിടിച്ച എല്ലാത്തിനും ഒറ്റ അടിക്കുമല്ല. എന്നിട്ട് തീർന്നു, നമ്മളിത് തീർന്നു. അതുകൊണ്ട് നമുക്ക് ഞാൻ ഇതാണ് നമുക്ക് വേണ്ടത്. സ്പൈഡർ ഏറ്റവും ഉണ്ടാക്കി നിങ്ങൾക്ക് ഇതിനകത്ത് സീന് ബഗ്ഗാ, ചില സമയത്ത് ബഗ്ഗാവും. എനിക്കിതിനകത്ത് കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? സ്പൈഡർ ഇട്ടിട്ട് വണ്ടി വല്ലതും പറയണം, എന്നാലേ പറ്റത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ എടുത്തു പോവാ. അവിടെ നല്ല സ്ലോ ആയിരിക്കും, വണ്ടിക്കൊന്നും അത്ര സ്പീഡില്ല. പക്ഷേ ഈ സ്പൈഡർമാൻ ഇതിന് വലയിടണമെങ്കിൽ നല്ല ഹൈറ്റ് വേണം. നല്ല ഹൈറ്റ് വേണം, എന്നാലേ വലയിടുമ്പോൾ. അവിടെയാണ് ഒറിജിനലായിട്ട് ബാങ്ക് റോബറി നടക്കുന്നത്. ബാങ്ക് റോബറി ഇവിടെ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ് ഇതാ. ഇവിടെ വന്ന് നിൽക്കണം, എന്നിട്ട് ഇവനെ ഇട്ടാ ഇത് കയറാൻ പറ്റുമോ? പറ്റുമായിരിക്കും, പക്ഷേ പതുക്കെ കയറണം. അതാ കണ്ട ചിലപ്പോൾ ഓടിക്കയറും. ഗൈസ്, നമ്മളത് നടക്കുന്നത് കൊണ്ട് അവിടെയാ നമ്മൾ പോകുന്നു. ഗൈസ് അവിടെയാ. അപ്പം നമ്മൾ ഇവനെ ഇട്ടിട്ട് ഫ്ലെയിം മോഡ് ഓൺ ആക്കണം. അപ്പം ഗൈസ് ഇവന് തോറ് ബ്രീഡ് ചെയ്യണ്ടെന്ന് അറിയാമോ? കണ്ടോ? എന്നിട്ട് ഷീൽഡ് എറിയണം. എല്ലാം എടുത്ത് എറിഞ്ഞ് എല്ലാത്തിനും കൊല്ലണം. ഇത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ഇനി അയമാനായിട്ട് പോയാ റൈനോ, അത് നമ്മുടെ സ്പൈഡർമാൻ്റെ ഇനിമി. അതുകൊണ്ട് നമുക്ക് സ്പൈഡർമാൻ തന്നെ ബെറ്റർ ഏത് സിനിമയിലായാലും. അവിടെയാണോ ഫസ്റ്റ്? അവിടെ ഉള്ളവന്മാരെല്ലാം നമ്മൾ ഇവനിട്ട് കളിച്ചിട്ടില്ല അല്ലേ? ഇപ്പൊ കണ്ടു പട ഇടിയ. അതായത് നമുക്ക് ഈ ശീകടിമാരെല്ലാം ഫസ്റ്റ് ഇടിച്ച് ചേർക്കാം, എന്നിട്ട് നമ്മുടെ ഇവനെ എടുക്കാം. അതായത് പിന്നെ ഇടിക്കാനില്ല. ഓക്കെ, ഇനി നമ്മുടെ സ്പൈഡർമാൻ. ബാബാ യോ വിഷയില് ഇഷ്ടപ്പെട്ടില്ല. ഷോക്ക് അടിക്കോ? പിന്നെ ഇവന് ഇത് ഇട്ടാല് ഇവന് ഓട്ടോമാറ്റിക് അറ്റാക്ക് ചെയ്യുള്ളൂ ഇതിൻ്റെ അകത്ത് ഇറക്കുന്ന എല്ലാത്തിനും. എന്നിട്ട് നമ്മളും കൂടി ഇടിക്കണം. റൈനോ ഫിനിഷ്. പിന്നെ ഇത് ഒന്നിനും കൊള്ളാത്ത. പിന്നെ ഈ പാർട്ടീസിന് ഇച്ചും കൂടെ കൊള്ളാന്ന് പറയാം. നേരത്തെ ഞാൻ ഇവനിട്ട് കാണിച്ചില്ലായിരുന്ന? ആരെയിട്ട്? അയ്യോ, അവിടെയാ. ഹൾക്കാണ്. അയൺമാൻ ഇട്ട് കാർട്ടീസ് കാണിച്ചില്ലേ? ഞാൻ സ്പൈഡർമാൻ ഇട്ട് കാർട്ടീസ് കാണിക്കും. ഞാൻ എല്ലാ സൂപ്പർ ഹീറോസിനെയും കാണിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ സീരീസ് തുടങ്ങണമെങ്കിൽ കമൻറ്റിൽ കയറിയിട്ട് പറയണ്ട, ലെസ്റ്റ് നിൽക്കാൻ മതി. എന്നിട്ട് വല പിടിച്ച് ഇവിടെ വെക്കിയിട്ട് എന്നിട്ട് ഇത് വരും. ഇത് തന്നെ ടാപ്പ് ചെയ്തോണ്ടേക്കണം. കളിച്ചിട്ടേ കോമ്പടി പറഞ്ഞുതരാം. കാർട്ടീസ് ഇത് തന്നെ ഫസ്റ്റ്. അവിടെ നിന്ന് പോണെങ്കിൽ ഒന്നെങ്കിൽ സ്പൈഡർമാൻ അല്ലെങ്കിൽ അയൺമാൻ. നമ്മൾ സ്പൈഡർമാനാണ്. കറക്റ്റ് അത് 50 ആകുമ്പം നമുക്ക് മസിലിട്ട് ഇനി ഈ കണ്ടോണേ ഒരു ഓടി തുടങ്ങിയ പിന്നെ സ്പീഡാ. ബട്ട് അവിടെ കണ്ട ഓടി തുടങ്ങിയ സ്പീഡാ. ബട്ട് അതുവരെ അവൻ സ്ലോയാ. ആട് ഹൾക്കിന് കോമഡി തന്നെ എന്താണെന്നറിയാവാ? തട്ടിയാ മതി, കാറ് തീർന്നോളൂ. പിന്നെ
നമ്മൾ അയൺമാൻ്റെ കാണിച്ചിട്ടില്ല അല്ലേ? മറ്റേ കാണിച്ചു, അയൺമാൻ്റെ കാണിച്ചില്ല. ഗൈസ് ഈ ഡെഡ് എക്സിൻ്റെ ഇത് ഒന്നിനും കൊള്ളത്തില്ല, സത്യമായിട്ട് ഞാൻ പറയാം. ഡെഡ് എക്സിന് ഒന്നിനും കൊള്ളത്തില്ല. അവനത് പറ്റത്തില്ല. കാണിച്ചാൽ എന്താ വേറൊന്നല്ല, ഇത് സ്പീഡില്ല അതാ. എന്നിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് അവനെ ട്രാൻസ്ഫോം ആയി ഡെഡ് എക്സ് അതിന് ഒരു ഫൈറ്റ് ഉണ്ടല്ലോ നമുക്ക്. സ്ട്രൈഡർ ഇവിടെ ഡെഡ്ലി അറ്റാക്ക് മൂവ്സ് എല്ലാം നമ്മളുടെ ആശയം നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ചുമ്മാ ഉപയോഗിച്ചാലേ. അവിടെ നമുക്ക് കമ്പി തൂങ്ങിയിരുന്ന കറക്റ്റ് അവിടെയല്ല പൗപ്പുണ്ട്. മണ്ടയ്ക്കാണ് ജനറേറ്റർ. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മെഷീൻ. ഡിസ്ട്രോയ് ദ ജനറേറ്റർ പറഞ്ഞോളാം. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ് സൂപ്പർ. അതിലേക്ക് കൂടുതൽ ഇഷ്ടം സ്പൈഡർമാൻ കളിക്കാനാണ്. കാണിച്ചു തരാം. പട ഇടിച്ച് ജനറേറ്റർ ഒട്ടിക്കണം. അപ്പോൾ ഈ വിസയിൽ ഇടുന്നവനാണ് സൂക്ഷിക്കേണ്ടത്. ഈ വിസയിൽ എടുത്ത് എറിയണം അവൻ്റെ കയ്യിൽ. ബഗ് ഈ വിസയിൽ എടുത്ത് കളയണം, അല്ലെങ്കിൽ നമുക്ക് പണിയാണ്. എന്നിട്ട് എല്ലാത്തും കൂടെ ഇടിയിട്ട് കൊടുക്കണം. നമ്മൾ പേടിച്ചോടല്ലോ. കണ്ടിട്ട് വെച്ചാൽ ചടി ഓടിച്ചു. പിന്നെ കത്തില്ലേ വെച്ചോ. സ്പൈഡർമാൻ ഈ സ്പൈഡർമാൻ നല്ലത്. ഇവിടെ ഒരു ഇടി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ടോണി സ്റ്റാർക്ക് പറഞ്ഞ ഗാഡ്ജറ്റ് ആയിരുന്നു. ടോണി സ്റ്റാർക്ക് പറഞ്ഞ ഇതുകൊണ്ടാണ് കണ്ട് ഇവിടെ ജനറേറ്റർ ഉണ്ട്. അവൻ ചത്തു. ഇനി നമ്മൾ ജനറേറ്റർ ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ഇടങ്കാറാം. ഇനി ഇവന്മാർ ഒറ്റടിക്ക് ആവത്തില്ല. ഇവന്മാർ നമ്മളിട്ട് ആറാടും. 5 ബാബാ നീ എവിടാ ചത്തു. ഇനി ആരും ഇല്ല, ഇവിടെ തന്നെ ഇല്ല. അടുത്ത ജനറേറ്ററാ കൊള്ളാല്ലേ. ഇതിനകത്ത് ജനറേറ്റർ മുമ്പേ പൊട്ടിയിരിക്കുക, അതുകൊണ്ട് സീനില്ല. എന്നാലും പൊട്ടിക്കണം. ബാബാ ജനറേറ്റർ ഇവന്മാരെ കണ്ടിട്ടുള്ള പവറുള്ള ജനറേറ്ററിന്. ഇതിലെല്ലാവരും കാട്ടും പവറുള്ള ഗ്യാങ് ബോസ് എന്ന് എഴുതുന്നുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകും? ഫുള്ള് ഇൻസ്പെക്ട് ചെയ്തു. ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ പോകണം. പിന്നെ നല്ല ഇൻസ്പെക്ട് ചെയ്യണം. ഗ്യാങ് ബോസ് പറഞ്ഞു തീർന്നില്ല. ഇവൻ നമുക്ക് വേണ്ട. ഇവനിക്ക് ഒറ്റയ്ക്ക് അമ്മ ചാവും. ഇവനൊന്ന് സ്പൈഡർ പൊസിഷനിൽ നിൽക്കുന്ന കണ്ട. ഇതല്ല ഇവന് ഒറിജിനൽ വീഡിയോ കാണിച്ചു തരാം. കണ്ട 4 ഇടി ഇടിക്കണം ഇവൻ ചാവണമെങ്കിൽ. ഇനി നമ്മൾ ഇത് അത് വേണ്ട ഊളയാ. കാരണം കാണിച്ചു തരാം എന്താന്ന്. അതിനുമാനം ഇട്ടാൽ അത് ഊളെന്നാണ് ലോകം ഊളയാ. പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഒരു പെണ്ണ് വരും, എന്നിട്ട് ഒരാളാണ് അങ്ങനെയാ ഇങ്ങനെയാണ്.
ഈ അയൽമാൻ എന്താ മതിൽ കയറാൻ പറ്റാത്ത എനക്ക് പുള്ളിക്ക് ഹാർട്ടില്ലല്ലോ, അതിനകത്ത് ഇതല്ലേ വെച്ചേക്കണം. അതിപ്പോൾ എന്തായിരുന്നു ഞാൻ പേര് മറന്നു, ഇന്നലെ അറിയാമായിരുന്നു. നമ്മളിതൊന്നും കേൾക്കില്ല, സ്കിപ്പ് ചെയ്ത് കളയണം മാക്സിമം. ഇത് എപ്പോഴത്തേക്കാണ് എന്തെങ്കിലും കേൾക്കണം. കണ്ടോണെ ഇവളിത് ചെയ്യാൻ പറയുമ്പോൾ കുറേ ഇവര് വരും കൂടെ പൊട്ടിക്കാൻ. കണ്ടാ 100 അപ്പോഴത്തേക്ക് ഇവന്മാരൊന്നും ശല്യപ്പെടുത്തും ഇവിടെ വെച്ച്. അത് ഇച്ചിരി പാടാം. പറഞ്ഞേക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഹളിക്കിന്റെ രുചിയുണ്ട് മൂക്കളെ, അവനൊരു കിട്ടത്തില്ല, കൺട്രോൾ കിട്ടത്തില്ല. അതാണൊക്കെ ഇത് ഇടിക്കുന്നത്. ഇനി കൊള്ളുന്നവൻ ചത്ത്. ഇതല്ല ഹൾക്കിന്റെ വീഡിയോ ഒന്നും. ഹൾക്ക് വന്നിരുന്ന കാണിച്ചു തന്നായിരുന്നല്ലേ, നമുക്ക് ഹൾക്കിന്റെ ഇരുന്ന് കാണിച്ചു കണ്ട. ഇവൻ എന്തിനാ അവിടെ ഇരിക്കുന്ന? ഒരു അടി കൊടുത്തിട്ടോ വീട്ടിൽ കിട്ടാല്ല. ഹൾക്ക് സ്പീഡില്ലാന്ന് വിചാരിക്കില്ല. അത് ഓടിത്തുടങ്ങിയ പിന്നെ ഓട്ടത്തിൽ ഇവനെ പൊട്ടിക്കാൻ ആരുമില്ല. ZX വണ്ടി എത്തുന്നത് ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ കാണിച്ചതരാം. ഇപ്പൊ വണ്ടിയെ കൊള്ളാം. ഇനി ഇത് സ്ലോ ആയിരിക്കും. മരം ചില്ലല്ല, എനിക്ക് ദേഷ്യം വരുന്നു. ഞാനന്ന് 20 അല്ല, ഒരു 5 ആവട്ടെ, എന്നാലും എനിക്ക് 5 കണ്ടാ. ഇതിന് സ്പീഡില്ല, പക്ഷെ കണ്ടാ പറ്റത്തില്ല. മസിലിട്ടാലേ പറയാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഓടും. അതെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട. ഇടി ഇടിക്കണം അപ്പോഴത്തേക്കും പ്ലങ്. എനിക്ക് തന്നെ കളിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ വിഷയം കളിച്ച് ബോറാം. ബിക്കോസ് നിങ്ങൾക്ക് ബോറാവത്തില്ല. എനിക്കൊരു ട്രിക്ക് ഉണ്ട്. ഞാൻ അയൽമാൻ ഇട്ടല്ലേ ബോറാക്കിയ, ഞാനത് സ്പൈഡർമാൻ ഇട്ട് ബെറ്റർ ആക്കാം. ഞാൻ എനിക്ക് തോന്നുന്നു മറ്റേ ജനറേറ്റർ ഡിസ്ട്രോയ് ചെയ്യാനുള്ളതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, എനിക്ക് കൊള്ളാം. നിങ്ങൾക്ക് ഇതാണ് മോനെ രോമാഞ്ചിഫിക്കേഷൻ. ഇതിനാണ് നമുക്ക് ഇവന് ഉപയോഗം വരുന്നത്. എന്തെല്ലാം പറഞ്ഞാൽ ഇവനെ കൊണ്ട് ഉപയോഗം വരുന്നത് ഇത് ഒറ്റൊരെണ്ണേ ഉള്ളൂ. എന്താന്ന് കാണിച്ചുതരാം. ബാ ഇവിടെ ഇതടക്കല്ലേ, നമ്മൾ ഇവനെ ഇത് പിടിച്ച് എക്കിയിട്ട് നല്ല ഒറ്റയടിക്ക് എല്ലാത്തിനെയും കൊല്ലും. എന്നിട്ട് അത് റീചാർജ് ആവുന്നവരെ കാത്തിരുന്നാൽ മതി. അത് റീചാർജ് കഴിഞ്ഞാൽ വീണ്ടും അതണക്ക് തന്നെ ഉണ്ട്. എന്നിട്ട് ചിലർക്ക് ഇതാണ്, അവരെല്ലാം കട കത്തില്ലേ എന്നാ വെച്ചോ. കത്തില്ലട, നീ ചാവൂ. പിന്നെയുള്ള അവിടെ മണ്ടയ്ക്കുള്ള ഇവിടെ തന്നെയാണ്, ആരും ഇല്ലല്ലേ. ഇത് പിന്നെ നമ്മൾ ക്യാപ്റ്റൻ്റെ അടുത്തുള്ള ഇതെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ആവും. നമ്മൾ ഷീൽഡ് തന്നെ ലോങ് പ്രസ് ചെയ്ത് വെച്ചിരുന്ന എല്ലാം കൊണ്ട് തട്ടിയിട്ട് തിരിച്ച് അവൻ്റെ കയ്യിൽ തന്നെ വന്നിട്ട് പിന്നെ ക്യാപ്റ്റനെ കൊണ്ട് പറക്കാം. എനിക്ക് ഇതാ ഇഷ്ടമല്ലാത്ത. അത് കൊണ്ട് പിന്നെ ഡെഡ്സിന് ഡെഡ്ലി മൂവ് ആണുള്ളത്. ഇതാണ് ഡെഡ്സിന് ഡെഡ്ലി മൂവ്. ഈ ക്യാപ്റ്റൻ്റെ ഡെഡ്ലി മൂവ് എന്ന് പറയുമ്പോൾ 150 ആകും.
ഹൾക്കിന് ഡെഡ്ലി മൂവ് ആണെങ്കിൽ അതിലുണ്ടോടെ താരയാണ് പരലോകം കണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അത് കാണിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അതിന് പരലോകത്തേക്ക് പോയിരുന്നു. കാണിച്ചരാം. കണ്ട താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും കണ്ടോണേ, ബഗ്ഗായി പോയി. പിന്നെ എനിക്കൊന്നും അമ്മര് വരുന്നെങ്കിൽ എടുക്കണ്ടായി. ഇപ്പൊ 2000 ആയി. പിന്നെ എന്തോത്തിനിട്ടാണ് ഇടിയിരിക്കുന്നത്? ആരും ഇല്ലെങ്കിലും ഇത് പിടിച്ച് ഇവന്റെ തലമണ്ടയ്ക്കൊക്കെ വെച്ചു. എനിക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇവന്മാരൊന്നും കൊല്ലാതെ. കൈസ് ഇന്ന് എടുത്ത വീഡിയോ അത്രേ ഉള്ളൂ. അനക്കാ എത്ര ദൂരം പോയി എത്തിത്താല ഡാമേജ് കേൾക്കുന്നുണ്ടോ? ഗൈസ് വൈകുന്നേരത്തോടെ ഇത്രേ ഉള്ളൂ. അവന്മാരും കാണുന്നുമില്ല. നമുക്ക് ഏറ്റവും മണ്ടയ്ക്ക് പോയേ തൂങ്ങിയിരിക്കാം. ഇത് കേറത്തില്ല ഇവിടെ ഒന്നും. കേറി അങ്ങനെ കേറിക്കോ. അകത്ത് വരയിടാൻ പറ്റത്തില്ലേ? ഉണ്ടാവുന്നതിപ്പോ എത്രയായി? 5000 മീറ്റർ താഴെ. എന്തായാലും നമുക്ക് ബാങ്കിൽ വലയം വിട്ട് ആസ്വദിച്ചിരിക്കാം. പക്ഷെ അപ്പത്തേക്കും ഇവിടെ ഡെഡ് മൂവ് കാണിച്ചതാ. ഇവര് ഡെഡ് മൂവ് എന്ന് പറയുമ്പോ എനിമി ഇല്ലല്ലേ. ഇവന്റെ ഡെഡ് മൂവ് കണ്ടയാ. ഇവന്റെ ഡെഡ് മൂവ് പിന്നെ പടന്ന് തന്നെ അടിക്കും. പിന്നെ അയൺമാൻ്റെ ഡെഡ് മൂവ് ഇതില് രണ്ടോ ഡെഡ് മൂവ് ആണെങ്കിൽ എനിമീസ് വേണം. ഇതാണ് ഒരു ഡീറ്റെയിൽ അറ്റാക്ക്. ഇത് ഇവര് പഞ്ച്. ഇത് പിന്നെ ഇത് പിന്നെ ഇത് സ്പീഡിന് എങ്ങോട്ടും പോകണം. ഡെക്സിന്റെ ഇത് സ്പീഡ് മറ്റേ സ്റ്റേറ്റ് ചെയ്യത്തില്ല. അത് നമുക്ക് പോവാം. പിന്നെ വെടിയിച്ചിടാം, അല്ലെങ്കിൽ നെക്കി പിടിച്ച ഗ്രനേഡ് എടുക്കെടുത്തെറിയാം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇത് രക്ഷപ്പെടാം ഇന്നിംഗ്സിലെ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഷീൽഡ്. ഇതെന്ന് പറയുമ്പോൾ പറക്കാൻ. അങ്ങനെ ഡെഡ് മൂവ് കണ്ടായിരുന്നു ഷീൽഡ് ചടിക്കുന്ന. മറ്റേ ചെയ്യാൻ എനിമീസ് വേണം. ഇത് ഇത്രയും കിട്ടിയാൽ ചത്തു. ഗൈസ് അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഗൈസ് റീസ്റ്റാർട്ട് മിഷൻ. ഓക്കെ മിഷൻ റീസ്റ്റാർട്ട് ചെയ്തു. ഗൈസ് ഇതാണ് പറ്റിയ സമയം. എല്ലാവരും ഡെഡ് മൂവ് കാണിച്ചുതരാം. ഡെഡ് മൂവ് കണ്ടല്ലേ മറ്റേ ബൈക്കൊക്കെ ആയിരുന്നു. ബോസിന് നമുക്ക് എല്ലാ ഡെഡ് മൂവ് അറിയാം. ഓക്കെ ഇനി വരാം. ഓക്കെ ഇനി തീർന്നു. നമുക്ക് ഇങ്ങനെ ഡെഡ് മൂവ് പിന്നെ യുവമാർ ഉപയോഗിക്കാം. ഹാസ്റ്റ് കാണിച്ചില്ല. ഇനി നമുക്ക് ക്യാപ്റ്റൻ അമേരിക്ക ഡെഡ് മൂവ് നിങ്ങൾ കണ്ടയാ? നമ്മൾ ഒന്നുകൂടെ കണ്ടു. നല്ല കാര്യമാണ്. മറ്റേ ഹാമറിൻ്റെ അതാണ് ഡെഡ് മൂവ്. തപ്പ്. ഇവനും കൂടെ ഉള്ളൂ. ഇവന് അതിന് വേണം ഡെഡ് മൂവ് കാണിച്ചത്. ഇതായിരിക്കും ഇവന് ഡെഡ് മൂവ്. മസ്റ്റിന്റെ ഡെഡ് മൂവ്
തീർന്നോ? അവനും തീർന്നു. ഇത് 2-3 എല്ലാവരും ചെയ്തു. എത്ര മിനിറ്റായി നോക്കട്ടെ. നമ്മുടെ ഇവിടെ 20 മിനിറ്റ്.